NFBA അല്ലേ? ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരു ഒറ്റ മിനിറ്റിൽ പറയാമോ? പറയാന്ന് വെച്ചാൽ നമുക്ക് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ 25 കിലോമീറ്റർ സ്പീഡ് വരും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് കീ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ്, ഹോൺ ഇത് രണ്ടും ഞങ്ങൾ ആക്സസറീസിൽ ഫ്രീ ആയിട്ട് തരും. പിന്നെ അതുകൂടാണ്ട് സിംഗിൾ സ്പീഡാണ് സ്പീഡ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് ബാറ്ററി റീപ്ലേസ്മെന്റ് ബാറ്ററി തന്നെ. അത് ശരി. നമുക്ക് ബാറ്ററി കൺട്രോൾ യൂണിറ്റ്സ് മോട്ടർ. ഇതിൻ്റെ ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഇവിടെയല്ലേ? ഇവിടെ ബാറ്ററി കൺട്രോൾ യൂണിറ്റ്സ് പിന്നെ ഈ ഒരു മോട്ടർ, ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഹോൺ ഒന്ന് കേൾക്കട്ടെ. ഹോൺ ലൈറ്റ് ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ? ബ്രേക്ക് ലൈറ്റ് ഇതിൽ അവൈലബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ ആക്സസറീസിൽ ഒരു ബ്രേക്ക് ലൈറ്റ് അല്ല, ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ രാത്രി റൈഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, LED വരുന്നുണ്ടോ? LED ലൈറ്റ് എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സാർ ബുക്ക് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓടിക്കും. ആദ്യമായിട്ട് ത്രിദേവ് ഇലക്ട്രിക് സൈക്കിൾ ഓടിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു പിടി നോക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു ത്രിദേവ് അനുഭവം? ഇഷ്ടപ്പെട്ടു. എങ്ങനെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നല്ല സ്പീഡ് പോകുന്നുണ്ട് അല്ലേ? നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം? നിങ്ങളെ ബ്രാഞ്ച് വേറുണ്ടോ? ബ്രാഞ്ച് ഇപ്പോൾ ഫോക്കസ് മാൾ അല്ലാണ്ട് കാലിക്കറ്റ് വേറെ എവിടെയുള്ളത്? അപ്പോൾ ത്രിദേവ് വളരെ ഇഷ്ടപ്പെട്ട് അവന് ഇങ്ങനെ ത്രോട്ടിലൊക്കെ കൊടുത്ത് ബ്രേക്കൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഇനി പെഡലിൽ വെച്ചിട്ടൊന്ന് ചവിട്ട് നോക്കട്ടെ. ഇത് കൊടുക്കാണ്ട് ഇത് ഓഫാക്കി കൂടെ? ഇനി പെഡൽ വെച്ചിട്ട് ചവിട്ട്. നല്ല മാറില്ലേ? ഗിയർ വരുന്നില്ലല്ലേ? ഗിയർ വരുന്ന മോഡൽസ് ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് റേറ്റ്. ഗിയർ വരുന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോയില്ല. അത് ഇതിന് എത്ര വരുന്നത്? 34. ഇതിന് 2 വർഷത്തെ വാറണ്ടി. അല്ല, വില 34. EMI നമ്മൾ ഓടിച്ചതിനനുസരിച്ച് വരുന്നത്. പേയ്മെന്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത EMI ഉണ്ട്. അല്ലെങ്കിൽ 2500 ഡൗൺ പേയ്മെന്റ് അടിച്ചിട്ട് വണ്ടി എടുക്കാറുണ്ട്. രീതിയിൽ വേണമെങ്കിൽ ഇതിപ്പോൾ വാറണ്ടി ഇട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ ആയാൽ ഒന്നും കിട്ടുന്നില്ല. ബാറ്ററി പോയാൽ കിട്ടും. ബാറ്ററി ട്രെയിനിന് വാറണ്ടി ഉണ്ട്. ട്രെയിനിനൊന്നും പോയാൽ അങ്ങനെ നമ്മൾ ഒരു സൈക്കിളും കൊടുക്കൂല. ഒരാഴ്ച ചാർജ് ചെയ്യേണ്ടുന്ന പ്രശ്നമുണ്ടോ? ഇല്ല. എത്ര ലൈഫ് അതിൻ്റെ ബാറ്ററി ലൈഫ്? ഒരു 2 കൊല്ലം കിട്ടുമോ? കൊല്ലം കിട്ടും. 4-5 കൊല്ലാണ്. അത് ലിഥിയത്തിന് ലെഡ് ആസിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പിന്നെ ചവിട്ടുമ്പോൾ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യും അങ്ങനെയൊന്നുമില്ലല്ലോ? അങ്ങനത്തെ ഒരു ഫീച്ചറില്ല. ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓവർ. കാരണം നമ്മൾ ഈ ഡൈനാമോ അങ്ങനെയാണല്ലോ, ഡൈനാമോ ചാർജ് ആവും. അതെ. ഈ ഒരു ഫീച്ചർ നമുക്ക് അവൈലബിൾ അല്ല. മഴയത്ത് നിർത്തിയിട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റെക്കമെൻഡ് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ആണ്, എന്ത് വേണമെങ്കിൽ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മഴ ഓടിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവും. ബാറ്ററി കാര്യങ്ങൾ അങ്ങനത്തെ കോമ്പണൻസ് ഒക്കെ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ്. ഇതിൽ സെൻസർ എന്തെങ്കിലും ഉണ്ടോ? പെഡൽ സെൻസർ. അപ്പോൾ അത് നനഞ്ഞാൽ പ്രശ്നമല്ലോ. പെഡൽ സെൻസർ ആക്റ്റീവ് പെഡൽ സെൻസറാണ്. അത് നമുക്ക് കവറിങ്ങോടെ വരുന്നത്. അങ്ങനത്തെ പ്രോബ്ലമും കാര്യങ്ങളും വരുന്നില്ല. അത് നിങ്ങൾ ചവിട്ടുന്നതിനനുസരിച്ച് ബാക്കിലെ മോട്ടോർ ഷോർക്ക് തരുന്നതിന് വേണ്ടി. പിന്നെ ഈർപ്പുള്ളിടത്തൊക്കെ വെച്ചാൽ റസ്റ്റ് പിടിക്കുന്ന ഓവർ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. കുറേ കൊല്ലമായി? നമ്മളൊരു 3-4 കൊല്ലം. മൊബൈൽ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. കൊണ്ടുപോയവരൊക്കെ അഭിപ്രായം എന്താ? അത്യാവശ്യം നല്ല അഭിപ്രായം. നമ്മൾ ഈ അടുത്ത് ഞാൻ 2-3 പേരെ വിളിച്ചു. നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. നല്ല ഫീഡ്ബാക്ക്. എങ്ങനെയുണ്ട് മോനെ? ഒന്നുകൂടെ എക്സ്പീരിയൻസ് പറയണോ? ഈ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലല്ലോ. മതി പോണ്ടേ? കൊടുത്തു ഒന്ന് EMI കിട്ടാൻ ലാസ്റ്റ് എടുക്കാം.
മാഷ് ആദ്യം ഓടിച്ചു കൊടുത്തോ